ഹായ് ഗായ്സ്, ചിക്കൻ കറിയേക്കാൾ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വരൂ. ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വെന്ത് വന്നതിന് ശേഷം പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് ലെമ്പേല ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വഴറ്റുക. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് വീണ്ടും കുറച്ച് പെരുംജീരകം, ഇച്ചിരി പഞ്ചസാര, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എണ്ണ തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് മല്ലിയിലിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ മല്ലിയില തീർന്നത് കൊണ്ട് ഞാൻ മല്ലിയിലയ്ക്ക് പകരം ഇടുന്നൊരു ഇലയുണ്ടല്ലോ, അതാണ് ഇട്ടത്. ഇനി നമ്മുടെ കാടമുട്ട അതിലോട്ട് സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക, ഇളക്കി മറിക്കുക, കറി റെഡി. ഈ സമയമായപ്പോഴത്തേക്കും കിട്ടു സെർവ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബോളിലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കറി. ആദ്യം നമ്മളത് ഉണ്ടാക്കി ചട്ടിയിലിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. ദോശയും അതിൻ്റെ ഗ്രേവിയും കാടമുട്ടയും കൂടെ കൂട്ടിയെടുത്തിട്ട് കൊണ്ട് കഴിക്കുന്നുണ്ട്. സൂപ്പറാണെന്ന് പറഞ്ഞു. സൂപ്പറാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ സൂപ്പറെന്ന് പറഞ്ഞേ പറ്റൂ ഗൈസ്. ഇനി നമുക്ക് ഒഫീഷ്യലായിട്ട് കഴിക്കാം. നല്ല ദോശ, കട്ടൻ ചായ, നമ്മുടെ കറി. അടിപൊളി കോമ്പിനേഷനാണ്. കുറച്ച് ദോശ ഇങ്ങനെ പിച്ചിയെടുത്ത് അതിലൂടെ നമ്മുടെ കാടമുട്ട ഇങ്ങനെ പൊളിച്ചെടുത്ത് നമ്മുടെ കറിയിൽ നിന്ന് കുറച്ച് മുട്ട എടുത്ത് അങ്ങോട്ട് കുഴച്ച് വായിലോട്ട് വെക്കുക. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഗൈസ്, ഇത്രയും ടേസ്റ്റോടെ നമുക്ക് കടയിൽ പോലും കിട്ടത്തില്ല. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായ കട്ടൻ ചായ കൂടെ കുടിച്ചാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.